ഇപ്പോൾ സുഭദ്ര കേസിലെ തെളിവെടുപ്പിനായി പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം, ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. സുഭദ്ര കൊലക്കേസ് പ്രതികളായ ഷർമിളയെയും മാത്യൂസിനെയും തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നാണ് നേരത്തെ രഘുനാഥ് നാരായണൻ റിപ്പോർട്ട് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ക്രൂരമായി മർദ്ദിച്ചത് ഇവരിരുവരും ചേർന്നാണോ അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. രഘുനാഥ് നാരായൺ ചേർന്നു. രഘു, പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ട്. ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇന്നലെ രാവിലെയാണ് ഷർമിളയെയും ഒപ്പം തന്നെ മാത്യൂസിനെയും കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരുമായി റോഡ് മാർഗം ആലപ്പുഴയിലേക്ക് ഇന്നലെ തന്നെ തിരിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് പ്രതികളുമായി പോലീസ് സംഘം, പ്രത്യേക സ്ക്വാഡ് ഇവിടെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ ഡിവൈഎസ്പി ആണ്, അദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം സുഭദ്രയെ കൊന്നത് എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്കാണ് വ്യക്തത വരേണ്ടത്. സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണോ കൊലപാതകം നടത്തിയത്, അതോ ഇവർ വിശ്വാസികളൊക്കെയാണ്, മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാരണം പലതവണ കണ്ടാലും നരബലി ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, അതോ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി കൊന്നതാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ സുഭദ്രയുടെ ദേഹത്ത് മുഴുവൻ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുഴുവൻ വാരിയല്ലുകളും ഒടിഞ്ഞ നിലയിലായിരുന്നു. കൈക്കൊടുകൊണ്ട്, കാലിനൊടുകൊണ്ട്, അതായത് ഒന്നീ മരണത്തിന് മുൻപോ മരണത്തിന് ശേഷമോ സുഭദ്ര അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരാളെ കൊലപാതകം, എത്രമേൽ അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ് സുഭദ്രയും ഒപ്പം തന്നെ ഷർമിളയും മകളെ പോലെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് സുഭദ്രയുടെ മക്കൾ പറയുന്നത്. അത്തരത്തിൽ അത്രമേൽ അടുപ്പമുണ്ടായിരുന്ന ഒരു 72 വയസ്സുള്ള അതിപ്രായമായ ഒരു വയോധികയെ കൊല ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന സ്വർണം തട്ടിയെടുക്കാനോ ഒക്കെ കൊലപാതകം സ്വാഭാവികമാണ്. പക്ഷെ എന്തിനാണ് ഇത്രമേൽ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു 13-14 മണിക്കൂറിലധികമായി റോഡിലൂടെ സഞ്ചരിച്ചു വന്ന റോഡ് മാർഗമാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത്രയും യാത്രാ ക്ഷീണം ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വൈകുന്നേരത്തോടു കൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം വരുന്ന ദിവസങ്ങളിലൊക്കെ ഓണമാണ്, അതിന്റെയൊക്കെ തിരക്കായിരിക്കും ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്ത് ഓണാവധിക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് നിലവിലെത്തിയിരിക്കുന്നത്. എന്തായാലും മാത്യൂസും ഷർമിളയുടെയും ഒക്കെ ഫോട്ടോ നമ്മൾ ആദ്യം മുതൽ തന്നെ സുഭദ്രയുടെ കൊലപാതകം നടന്നപ്പോൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ദൃശ്യം, കാരണം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ പിടിയിലാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ മുങ്ങുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇവർ എറണാകുളത്തും ഒപ്പം തന്നെ ആലപ്പുഴയ്ക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിലുമൊക്കെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത്. പക്ഷേ പിന്നീട് ഇവർ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ മാറുകയായിരുന്നു. ഒരുപക്ഷെ അല്ലെങ്കിൽ ആലപ്പുഴയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഇവരുടെ ടവർ ലൊക്കേഷൻ ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ ഏതായാലും സുഭദ്ര കൊലക്കേസ് പ്രതികളെ മണ്ണഞ്ചേരിയിൽ എത്തിച്ചു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ വൈകിട്ടോടെയായിരിക്കും തെളിവെടുപ്പിന്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നീട് ഓണത്തിന് ശേഷമായിരിക്കും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണത്തിന്റെ നടപടികളിലേക്ക് കടക്കുക എന്നാണ് രഘുനാഥ് നാരായൺ റിപ്പോർട്ട് ചെയ്തത്.